ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബീഡ്സ് ഹെയർ ബാൻഡ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീഡ്സാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ കളറും വയലറ്റ് കളറും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് എടുക്കുന്നത് ഗീർ വയറിന് പകരമായിട്ട് ഇതുപോലെയുള്ള ഈരയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈര വെച്ച് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ അതിലെടുക്കുന്നത് ചെറിയ സ്റ്റോൺസാണ്, ഗോൾഡ് കളറിലുള്ള സ്റ്റോൺസാണ് ഇവിടെ എടുക്കുന്നത്. ഈര എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കെട്ടിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ. ഈരൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് രണ്ടറ്റത്തും ഇതുപോലെ ഗ്രീൻ കളറിലുള്ള രണ്ട് മുത്തിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗോൾഡ് കളറിലുള്ള മുത്തിനെ ഇട്ട് കൊടുക്കുക. ഗോൾഡ് കളറിൻ്റെ മുത്തിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് ആ ഒരു ഈരേനെ കൂടി കോർത്തെടുക്കുക. അപ്പോൾ ദാ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഈരയുടെ രണ്ട് സൈഡിലും രണ്ട് മുത്തുകളെ കോർത്തെടുക്കുക. അതിനുശേഷം ഒരെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒരു ബീഡിനെ ഇട്ട് കൊടുത്ത് അടുത്ത ആ ഒരു ഈരേനെ അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇത്ര മാത്രമേ അതിൽ ചെയ്യാനായിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു 10 സ്റ്റെപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുത്ത സമയത്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ബാക്കി വർക്കുകൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വയലറ്റ് രണ്ട് ബീഡുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഈരേൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഫസ്റ്റ് ഒരു ഗോൾഡൻ കളർ മുത്തിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ കളറിലുള്ള 2 മുത്തുകളെ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഗോൾഡൻ കളർ മുത്തിനെ ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ആ ഒരു ഈരയുടെ തുമ്പുണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാം ഒന്ന് കയറ്റി കൊടുക്കുക. ഈ 4 മുത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുത്ത് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി അതിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ രണ്ട് വയലറ്റ് മുത്തുകളെ കൂടി കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഗോൾഡ് കളർ മുത്തിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗോൾഡ് കളറിൻ്റെ മുത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ലൂസായിട്ട് പോകും. അപ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും രണ്ട് വയലറ്റ് മുത്തുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എണ്ണത്തിൽ നമുക്ക് ഇതുപോലെ ഗോൾഡ് കളറും 2 വയലറ്റും അതിനുശേഷം വീണ്ടും ഒരു ഗോൾഡ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 മുത്തുകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഇനി നമുക്കതിൽ ചെയ്യാനായിട്ടുള്ളത് 2 തുമ്പുകളിലും ഇതുപോലെ തന്നെ രണ്ട് ബീഡുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗോൾഡ് കളർ മുത്തിനെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ കയറ്റി ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻറ്ററിൽ ആ ഒരു ഗ്രീൻ കളർ ബീഡ്സ് വന്നിട്ടുള്ള ആ ഒരു റൗണ്ടാണ് ഇവിടെ കൂടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ബാൻഡിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഏതൊക്കെ ഭാഗത്തേക്കാണ് ഈ ഒരു മുത്തുകൾ വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇങ്ങനെ വന്ന സമയത്ത് ഏകദേശം ആ ഒരു സൈഡിലേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ചുകൂടി മുത്തുകളെ ആവശ്യമായിട്ടുണ്ട്. ഫസ്റ്റായിട്ട് ഇതുപോലെ 2 ഗ്രീൻ കളറും അതിനുശേഷം 2 വയലറ്റും അതിനുശേഷം ഒരു ഗോൾഡ് കളർ മുത്തുമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ഗോൾഡ് കളർ മുത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 4 സ്റ്റെപ്പായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 2 ഗ്രീൻ കളർ ബീഡ്സും അതുപോലെ തന്നെ 2 വയലറ്റ് കളർ ബീഡ്സും അതിനുശേഷം ഗോൾഡ് കളർ ബീഡ്സും. ഫൈനലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗോൾഡ് കളറിലുള്ള ബീഡിനെ ഇട്ട് കൊടുക്കേണ്ട. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാവും. നമ്മളുടെ കോർത്തെടുത്തിട്ടുള്ള ആ ഒരു മുത്തിൻ്റെ ഈരൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ഈര ഉണ്ടല്ലോ, അതിൻ്റെ തുമ്പ് കൊണ്ട് 2 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്ത് ഇതുപോലെ ചെയ്തെടുത്ത് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ആ ഒരു ബോലേക്ക് ഒട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു കമ്പി കൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുക്കാം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ചിലവ് കുറവാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.